സുരേന്ദ്രന് കീഴിൽ അല്ലെന്ന് പ്രവർത്തിക്കുന്നു. ഞാൻ പ്രവർത്തിക്കുന്ന നഡ്ഡാജി എന്ന് പറയുന്ന അഖിലേന്ത്യാ നേതാവിൻ്റെ പ്രസിഡന്റായിട്ടുള്ള പാർട്ടിയുടെ ഒരു സജീവ പ്രവർത്തനം. എന്നതാ ഞാൻ ഇത്രയും ചാനൽ കണ്ടിരിക്കും, എല്ലാ ചാനലും മാറി മാറി BJP കമ്മിറ്റിയിൽ അട്ടി സുരേന്ദ്രനെതിരെ പ്രമേയം പറയാവും. എന്ത് കൃത്യം! ഈ തന്തയ്ക്ക് ഓർക്കാത്ത കളിക്ക് കണക്കാണ്. അത് ഞാനിങ്ങനെ പറയുന്നത് ഇങ്ങനത്തെ മാറ്റം ഉണ്ടാവില്ല എന്നുള്ളത് സംഘടനാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇത് നിങ്ങളും കൊടുക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. നിങ്ങൾ വലിയ മഴുവൊക്കെ പറയും. മഴുവാണോ? നമസ്കാരം. BJP നേതാവ് ശ്രീ PC ജോർജാണ് നമ്മളോടൊപ്പം ഉള്ളത്. സർ നമസ്കാരം. നമസ്കാരം. സുഖമല്ലേ? നമുക്ക് എപ്പോഴും സുഖമല്ലേ. BJPയിൽ സുഖങ്ങൾ എങ്ങനെയാണ്? BJP വളരെ സുഖം. പൊളിറ്റിക്കൽ ഇസ്ലാം, റൗഡി സംഘങ്ങൾ, പോപ്പുലർ ഫ്രണ്ടും SDP കൂടെ ഇങ്ങനെ ആക്രമണം ഉണ്ടായിരുന്നു. പുറകടപ്പ്, ഏറെ വേളം. BJP ചേർന്ന് പിന്നെ ഒരുത്തരം കണ്ടിട്ടില്ല. ഇപ്പം എറിയാനും ഇല്ല, പിന്നെ ഒരു ശല്യവും ഇല്ല. മനതമാനത്തോടെ ജീവിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ BJPയിൽ ചില സുഖക്കുറവുകളുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അങ്ങനെ വൃത്തിയുടെ വാർത്ത പറയണമെന്ന് നിങ്ങളെപ്പോൾ പത്രപ്രവർത്തനം വലിയ സൂക്കേട് കഴപ്പൻ്റെ സൂക്കേടാണ്. മനസ്സിലായില്ലേ? ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി എറണാകുളത്ത് കൂടുക. ഞാൻ പത്രയ്ക്കാ തുടങ്ങി 9:30 അവിടെ ചെന്നൈകൾ. അന്ന് പത്രക്കാരെല്ലാം കൂടെ വന്നു. പത്രക്കാർ വന്ന് എന്നോട് ഈ പാലക്കാട് ഇലക്ഷൻ ചോദിച്ചു. പാലക്കാട് ഇലക്ഷൻ യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താ? ഇന്ദിരാഗാന്ധി അവിടെ നിന്നാലും തോക്കുമായിരുന്നു. മനസ്സിലായില്ലേ? അതല്ലെങ്കിൽ പിണറായി വിജയൻ നിന്നാലും തോക്കും. എന്താ കാര്യം? പൊളിറ്റിക്കൽ ഇസ്ലാം. 44,000 വോട്ട് മുസ്ലിങ്ങളുണ്ട്. ആ മുസ്ലിം വോട്ടുകൾ മുഴുവൻ കോൺഗ്രസിന് ചെയ്തു. കോൺഗ്രസ് ജയിച്ചു. വലിയ കാര്യമാണല്ലോ. അതായത് എന്താ സംഭവിച്ചാൽ കേരളത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വലിയൊരു മാറ്റമാണ് പൊളിറ്റിക്കൽ ഇസ്ലാം. ആ ഇസ്ലാം ഏതൊക്കെയാണ്? ഞാൻ ഈ ഇലക്ഷൻ പോളിങ്ങിന് 2 ദിവസം മുമ്പ് പരസ്യമായിട്ട് ഞാൻ പറഞ്ഞു BJP തോറ്റെന്ന്. എന്താ കാരണം അറിയുമോ? ഞാൻ നോക്കിയപ്പം ചാനലിൽ കണ്ടു കുഞ്ഞാലിക്കുട്ടി ലീഗിൻ്റെ നേതാവ്. കറക്റ്റ്. KT ജലീൽ ആരാ? അവൻ ഇടതുപക്ഷത്തിൻ്റെ നേതാവാണ്. മന്ത്രിയായിരുന്നു. പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത ആളാണ് KT ജലീൽ. SDP പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ രാജ്യത്ത് നിരോധിക്കപ്പെട്ട അതിതീവ്ര മുസ്ലിം സംഘടന ഉൾപ്പെടെ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു കുമുറിക്കാത്ത ആലോചന നടന്നു. പാലക്കാട് ഇലക്ഷൻ നോക്കണം. പോളിങ്ങിന് 2 ദിവസം മുമ്പാണ്. അപ്പോഴേ മനസ്സിലായി 44,000 വോട്ടാണ് ചെയ്തത് മുസ്ലിം. ആ 44,000 കോൺഗ്രസിന് ചെയ്തു. BJP തോറ്റു. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ഒന്നുകൂടെ പറയാം. ഇവിടെ എൻ്റെ അനുഭവം ഉണ്ട്. അതുകൊണ്ട് വെറുതെ അല്ല, ഞാൻ അനുഭവത്തിനെടുത്ത അടിസ്ഥാനത്തിൽ വർത്താനം. കഴിഞ്ഞ നിയമസഭയിൽ പൂഞ്ഞാറിൽ ഇതുപോലെ 27,000 മുസ്ലിം വോട്ടാണ് എനിക്കെതിരായിട്ട് ചെയ്തത്. ഞാൻ തോറ്റു. അന്ന് SDP ഇവിടുത്തെ പ്രസിഡന്റ്, ഞാൻ ഇവിടെ അടുപ്പമുള്ള ആളാണ്. അയാളെന്നോട് പ്രശ്നമായിട്ട് പറഞ്ഞിട്ടാണ് അവർ 2 കോടി രൂപ മേടിച്ചാൽ എന്നെ തോപ്പിക്കാൻ തീരുമാനിച്ചത്. SDP പ്രസിഡന്റ് എന്നെ വിളിച്ച് ചോദിച്ചു, ഇപ്പം ഞങ്ങളുടെ ഒരു പരീക്ഷണം പൂഞ്ഞാറിൽ ജയിച്ചിരിക്കുന്നു. ഞാൻ തോറ്റല്ലോ. അടുത്തത് ഞങ്ങൾ തൊടുപുഴയാന്ന് തോന്നുന്നു, ജോസഫിനെ. പക്ഷേ ജോസഫിനെ അടുത്ത് വരാൻ പോകുന്നുള്ളൂ 26-ലല്ലേ. ഇതതിന് മുമ്പ് ഇപ്പോൾ പാലക്കാട് കിട്ടിയവർക്ക് പരീക്ഷണം, അതും അവർ വിജയിച്ചു. അപ്പം അടുത്ത തൊടുപുഴയാണ്. തൊടുപുഴ മാത്രമല്ല, എല്ലാ സ്ഥലത്തും അവർ നോക്കും. ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ വളർന്നു വരുന്ന മുസ്ലിം വർഗീയത ഈ രാജ്യത്തെ എവിടെ കൊണ്ടുവരുന്ന എത്തിക്കും. ഞാൻ പറഞ്ഞു വന്നേ നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റി എന്നപ്പോൾ ഈ കാര്യം ഞാൻ പച്ചയ്ക്ക് ചാനലുകാർ പറഞ്ഞു. ഒരു ചാനലുകാർ ഇട്ടില്ല അതിന്. എല്ലാവർക്കും ഇതിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങളാണ് അറിയാൻ താല്പര്യം. അല്ല, അവർക്ക് യഥാർത്ഥ സത്യം ജനങ്ങൾ അറിയണമെന്ന് നിർബന്ധമില്ല. ഇവിടെ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് LDF UDF ഒരു നാണയത്തിന് 2 വശം, ഒരു നാണയത്തിന് ഒരു വശം തന്നെയാണ്. 2 ഒരുമിച്ച് കച്ചവടമായിട്ട് പോവുക. ആ കൂട്ടത്തിൽ ഇവിടെ മാധ്യമങ്ങളുമുണ്ട്. എല്ലാ മാധ്യമങ്ങളും ഒരുമിച്ച് നിൽക്കുകയല്ലേ. അത് പിണറായിക്കും UDFനും കോൺഗ്രസിനും വേണ്ടി മാറി മാറി എഴുതി BJP വരരുത്. അവരുടെ പ്രശ്നം അതാ. BJP വന്ന് ഈ കള്ളക്കച്ചവടത്തിന് കൂട്ടുകിട്ടുകയല്ലോ, പ്രശ്നമാടാ. എന്നിട്ട് ഞാൻ അങ്ങനെ കത്രകട മുഴുവൻ ചാനലുകാരോട് പറഞ്ഞു, ഒരു വാക്കന്മാർ കൊടുത്തില്ല, എന്നെ കൊടുക്കാത്ത. ഇത് നിങ്ങളും കൊടുക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. നിങ്ങൾ വലിയ മഴുവൊക്കെ പറയും. മഴുവാണോ എനിക്കറിയത്തില്ല. തീർച്ചയായിട്ടും കൊടുക്കും. പക്ഷേ വേറെ കാര്യം ബാക്കി പറഞ്ഞില്ല. മുകളിലത്തെ നിലയിലായിരുന്നു പറ്റി ഞങ്ങളുടെ ആൾക്കാരെല്ലാം വന്നു. സുരേന്ദ്രൻ വന്നു, എല്ലാവരും വന്നു. മുരളി ഉൾപ്പെടെ എല്ലാവരും വന്നു. മുരളീധരൻ വന്നു. ഞങ്ങളിങ്ങനെ സ്നേഹമായിട്ട് വർത്തമാനം പറഞ്ഞ് കമ്മിറ്റി കൂടി. കമ്മിറ്റിയിൽ വളരെ വിശദമായി മെമ്പർഷിപ്പിൻ്റെ അടിസ്ഥാനമുള്ള ഇലക്ഷൻ്റെ കാര്യങ്ങൾ തീരുമാനിച്ചു. ജില്ലാ കമ്മിറ്റി വരെയുള്ള ഇലക്ഷൻ കാര്യം തീരുമാനിച്ചു. ബാക്കി 8-9 തീയതി വെച്ചിരിക്കുക. ആകെപ്പെടെ ഈ വിഷയമല്ലാതെ സംസാരിച്ച ഏക കാര്യം വഖഫ് ബോർഡാണ്. വഖഫ് ബോർഡിൻ്റെ കാര്യം ഒരാൾ ചോദിച്ചതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം പറയാൻ സുരേന്ദ്രൻ പറഞ്ഞത് ഞാനാണ് വഖഫ് ബോർഡിനെ പറ്റി അഭിപ്രായം പറഞ്ഞു. എൻ്റെ സന്തോഷമായി. ഞങ്ങളെല്ലാം കൂടെ പിരിഞ്ഞു. 2:30 മണിക്ക് ചോറിനാൻ പിരിഞ്ഞു. എനിക്ക് നേരമില്ലാത്ത ഞാനങ്ങനെ ചോറിനാറില്ല പൊതുവേദിയിൽ. ഞാൻ ഇങ്ങോട്ട് പോരുകയും ചെയ്തു. എന്നതാ ഞാൻ ഇത്രയും ചാനൽ കണ്ടിരിക്കുക. എല്ലാ ചാനലും മാറി മാറി BJP കമ്മിറ്റിയിൽ അട്ടി
സുരേന്ദ്രനെതിരെ പ്രമേയം എന്ന് പറയുക എന്ത് വൃത്തികൾ. ഈ തന്തയ്ക്ക് ഓർക്കാത്ത കാണിക്കുന്ന കണക്ക് വേണ്ടേ? മാധ്യമങ്ങൾ സത്യം പറയാൻ പഠിക്കണം, വൃത്തികൾ കാണിക്കുന്നത്. എനിക്ക് വലിയ മനപ്രയാസം. വൃത്തികൾ എന്തിനു എഴുതുന്നത്? എന്ത് കിട്ടും നിങ്ങൾക്ക്? നിങ്ങൾ ആര് നോക്കിയാലും ബി ജെ പി ഒരു ചുക്കും ചെയ്യാനില്ല. ഞാൻ ഇപ്പോഴും പച്ചയ്ക്ക് പറഞ്ഞേക്കാം. അതായത് LDP UDP ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള കള്ളക്കച്ചവടമാണ്. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ മുനമ്പ ഇഷ്യൂ വന്നപ്പം കേരളത്തിലെ ജനങ്ങൾക്ക്, ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾക്കും ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കും വിശ്വകർമ്മ ഉൾപ്പെടെയുള്ള ആളുകൾക്കും SC ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും സത്യം മനസ്സിലായിട്ടുണ്ട്. ഇനി ഒരു രക്ഷയൊന്നും കിട്ടുകയില്ല. ഞങ്ങൾ അടിച്ച് നന്നാക്കും, ഒരു സംശയം വേണ്ട. അടിച്ചാൽ കൈകൊണ്ടടിക്കുകയല്ല, രാഷ്ട്രീയമായി അടിക്കുക നന്നാക്കും. അതാ ഞാൻ പറഞ്ഞത്. അതായത് ഈ ഒരു കാരണവശാലും ഞാൻ പറയട്ടെ, ഒരു കാരണവശാലും BJP വരികയില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ നോക്കുന്നത്? ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നത് BJP. ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നത് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ കൈപ്പറ്റാനുള്ള അവസരം പോലും ഈ നാണം കെട്ട ഗവൺമെൻറ്റും പ്രതിപക്ഷവും കൂടെ ഇല്ലാതാക്കില്ലേ? എന്ത് ക്രൂരതയത്! 7 വയസ്സ് കഴിഞ്ഞവർക്ക് ഇത്ര രൂപ വെച്ച് കൊടുക്കാം. ആശുപത്രിക്ക് വന്നാൽ 5 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത് ആശുപത്രി ചെലവിന്. അത് മേടിക്കാനുള്ള അനുവാദം പോലും കൊടുക്കില്ലെന്ന് പറഞ്ഞാൽ, കേന്ദ്ര ഗവൺമെൻറ് സൗജന്യം കൊടുക്കുന്ന മേടിക്കാൻ സമ്മതിക്കാത്ത നാറി ഗവൺമെൻറ്, അത് കൂട്ടി നിൽക്കുന്ന നാണം കെട്ട പ്രതിപക്ഷം. എങ്ങനെയാണ് കേരളം നന്നാകുന്നത്? ഭവന പദ്ധതി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം കോടിക്കണക്കിന് രൂപയെ കൊടുത്താണ് വീട് വെച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്. ഇവിടെ ഒരു വീട് വെക്കലാണ്, സമ്മതിക്കാനാണ്. ഇവന്മാരുടെ വീട് പദ്ധതിയാണ് ഇവിടെ ഉണ്ടാവുകയില്ല, കാശുമില്ല എന്ന് പറഞ്ഞു. എത്രയോ ആനുകൂല്യം കേന്ദ്ര ഗവൺമെൻറ് ഇവന്മാർ നശിപ്പിക്കുന്നു. എന്നുവെച്ചാൽ ഇന്ത്യ ഓർഡറെ കേന്ദ്രം അവഗണിച്ചെന്ന് പറയാം. കേന്ദ്രം അവഗണിച്ച് വിഴിഞ്ഞ പദ്ധതിക്ക് ഇന്നലെ കൊടുത്തു 400 കോടി രൂപ, 329 കോടി രൂപ കൊടുത്തു വിഴിഞ്ഞാന്ന്. കാശ് മേടിച്ചേച്ച് ഈ വൃത്തികൾ പറഞ്ഞ് ഈ വൃത്തികെട്ടവന്മാർ, നന്ദി കെട്ടവന്മാർ അല്ല എന്തായാലും മറുപടി പറയുന്നു. ഇപ്പോൾ BJPയിൽ നേതൃമാറ്റം ഉണ്ടാവുമോ? അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും? അത് ഞാനിങ്ങനെ പറയുന്നത്, നേതൃമാറ്റം ഉണ്ടാവില്ല എന്നുള്ളത് സംഘടനാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജില്ലാ കമ്മിറ്റി വരെയുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ജില്ലാ കമ്മിറ്റിക്ക് മുകളിലോട്ടുള്ള തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ 8-9 തീയതികൾ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന് മുമ്പ് സമയങ്ങളിൽ ചർച്ച ചെയ്യുമായിരിക്കും. അതല്ല ഞാൻ എങ്ങനെ പറയാൻ പറ്റും? എനിക്ക് അല്ല, ഈ സുരേന്ദ്രന്റെ കീഴിലുള്ള ഈ ഒരു അധ്യക്ഷതയുടെ കീഴിലുള്ള ഈ ഒരു നേതൃത്വത്തിൽ അങ്ങ് ഉൾപ്പെടെയുള്ളവർ സന്തോഷവാന്മാരാണ്. എനിക്ക് സന്തോഷം 100%. ഞാൻ സുരേന്ദ്രൻ്റെ കീഴിൽ അല്ലല്ലോ പ്രവർത്തിക്കുന്നത്. ഞാൻ പ്രവർത്തിക്കുന്നത് നഡ്ഡാജി എന്ന് പറയുന്ന അഖിലേന്ത്യാ നേതാവിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള പാർട്ടിയുടെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു. ഞാൻ ആരുടെയും കീഴിലില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി എന്ന് പറയുന്ന ആൾ ലോകത്തിൻ്റെ നിറയിലേക്ക് ഇന്ത്യയെ വളർത്തിക്കയറ്റിയ മനുഷ്യനാണ്. ഇന്ന് അറിയണം, എല്ലാ രാജ്യങ്ങളും സാമ്പത്തിക കൂപ്പുകുത്തിയപ്പോൾ വെറും സാമ്പത്തിക തകർന്നു നിന്ന് ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ ഭാരതത്തെ ലോകത്തിന് നെറുകിലേക്ക് എന്ന് പറഞ്ഞാൽ 3ാമത്തെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റിയിരിക്കുക. ഒരു 10 കൊല്ലം കഴിയുമ്പം ലോകത്തെ നിയന്ത്രിക്കുന്ന സാമ്പത്തിക ശക്തിയായി ഇന്ത്യ രാജ്യം മാറാൻ പോവുക. അതിന് നേതൃത്വം കൊടുക്കുന്ന മോദിജിയുടെ കീഴിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അഭിമാനകരമല്ലേ? ഒരു സ്ഥാനത്തും അപ്പുറത്ത് അദ്ദേഹത്തിന് കീഴിൽ പ്രവർത്തിക്കുക എന്നതിന് അഭിമാനമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ചാനലുകാർ അതുപോലെ വാർത്താ മാധ്യമ പ്രവർത്തകരെല്ലാം BJPയുടെ നേർക്ക് തിരിയുമ്പോഴും നമ്മുടെ ലോക്സഭ ഇലക്ഷൻ വയനാട്, അതുപോലെ തന്നെ ചേലക്കര, ഇവിടെയൊക്കെ BJP വോട്ട് ഉയർത്തി. സുൽത്താൻ ബത്തേരി അടക്കമുള്ള സ്ഥലങ്ങളിൽ ക്രൈസ്തവ ബൂത്തുകളിൽ തന്നെ വോട്ട് കൂടി. ഇതിനെക്കുറിച്ചൊന്നും ഒരു ചർച്ച വരാത്തതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം? എനിക്ക് ഒരു പരാതിയില്ല. ഞങ്ങൾ BJPയുടെ സ്വഭാവം പറയുക, ഞങ്ങൾ ആരോടും പരാതി പറയുന്നില്ലല്ലോ. നിങ്ങൾ വാർത്തെങ്കിൽ സൗകര്യമുള്ള വാർത്ത കിട്ടുമെന്നേ. പക്ഷേ ഞങ്ങളുടെ പ്രവർത്തനം ഞങ്ങൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അവർക്കതറിയാം. അവർ ചിരിക്കുകയല്ലേ ഈ വാർത്ത കാണുമ്പോൾ. ഇപ്പം പകലാണെന്ന് എനിക്കറിയാം. നിങ്ങൾ അങ്ങോട്ട് ഇപ്പോൾ രാത്രിയാണെന്ന് വിളിച്ചു പറഞ്ഞാൽ ആ പറയുന്നവർ വട്ടാതെ വേറെ കഴിയുണ്ടോ? അത് തന്നെ. ഞാൻ പങ്കെടുത്ത് പിരിഞ്ഞ കമ്മിറ്റിയിൽ ഒരു അപശബ്ദം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ആരെപ്പറ്റി വിമർശനം ഉണ്ടായിട്ടില്ല. എന്നിട്ടും ചാനൽ മുഴുവൻ ആഘോഷിക്കുക, കൂട്ടവഴക്ക്, കൂട്ടയടി. എന്തൊരു വൃത്തികേടാ! മനസാക്ഷിയുണ്ട്. ഇവൻ്റെയൊക്കെ കാരണന്മാരെ ഇവനൊന്ന് ചിന്തിക്കണ്ടേ? മാതാപിതാക്കന്മാരുണ്ടെന്ന് നോക്കണ്ടേ? അവർക്ക് മക്കളുണ്ട്. മക്കൾക്ക് കൈയും കാലും വേണ്ട എന്ന് ചിന്തിക്കട്ടെ? ഇതുപോലെ വൃത്തികെട്ട പ്രചരണമായിട്ട് കിടന്ന ദൈവശിക്ഷ ഉണ്ടാകാതിരിക്കും. നോക്കിയോ, ഓരോ പത്രം എഴുതി നാണം കെട്ട പത്രങ്ങളായി മാറാമോ? പത്രം ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് പറയുന്ന ഇപ്രായക്കാരനെ ഞാൻ പിന്നെ അത് പറയുന്നില്ല. മനസ്സിലായില്ലേ? പത്രത്തിനെതിരായിട്ട് മലയാളിമാർക്ക് പറയുന്നതാണ് ഈ പത്രം എഴുതുന്നെങ്കിൽ ഈ ലേഖകന്മാർ പാവന്മാർക്ക് ശമ്പളത്തിന് വേണ്ടിയാണ്. അവന്മാർക്ക് ശമ്പളം മേടിക്കണം, ഇങ്ങനെ എഴുതണം, അങ്ങനെ എഴുതിക്കോട്ടെ അവന്മാർ. പക്ഷേ അങ്ങനെ ശമ്പളം മേടിച്ചാൽ മാത്രം പോരാ, മനസാക്ഷി പത്രധർമ്മം ഒക്കെ വേണം എന്നൊരു അഭിപ്രായം പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ. ഇപ്പോൾ BJPയുടെ വോട്ട് കൂടുന്നുണ്ട്. ഇപ്പോൾ ക്രൈസ്തവ മേഖല അതെ, അനിയും പറഞ്ഞില്ല ശരി. ചേലക്കര 10,000 വോട്ട് BJP കൂടി. അതൊന്നും മിണ്ടുന്നില്ല ആരും. വയനാട്ടിലും ചില നിയോജക മണ്ഡലങ്ങളിൽ വോട്ട് കൂടി. പോളിംഗ് കുറഞ്ഞെങ്കിലും വോട്ട് കൂടി. എന്ന് മാത്രമല്ല, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി
ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ പിന്തുണയില്ലാതെ കേരളം പിടിക്കാൻ പറ്റിയില്ല ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനോടൊപ്പം നിന്നുകൊണ്ട് SDP-കാരോടും ഈ രാജ്യവിരുദ്ധ ശക്തികളോടും ഒരുമിച്ച് ചേർന്നുകൊണ്ട് മുസ്ലിം സമുദായത്തെ മുഴുവൻ ഒന്നിപ്പിക്കുന്ന ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന മുസ്ലിം ലീഗാണ്. അവരെന്നിട്ട് തങ്ങളുടെ മഹത്വം പറയാം. തങ്ങളെ മഹത്വം പിണറായി വിജയൻ തീർത്ത് കളഞ്ഞു. തങ്ങളാണെ തങ്ങൾ ബഹുമാനിക്കും. ഇത് തങ്ങളല്ലല്ലോ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ് എങ്ങനെ തങ്ങളാന്ന് കുത്തിയിരുന്ന തങ്ങളാവും? അയാളെ വിമർശിക്കും. അത് പിണറായി പറഞ്ഞതിൽ സത്യം ആർക്കും നിഷേധിക്കാൻ പറ്റും. അപ്പോൾ ആ പോക്ക് വലിയ അപകടമാണെന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ മുനമ്പം വിഷയം ഉണ്ടായതോടുകൂടി തന്നെ എങ്ങോട്ടാണ് പോക്കെന്ന് എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ശക്തമായി BJP മുമ്പോട്ട് പോവും. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കും. ന്യൂനപക്ഷം എന്ന് പറയുന്നത് മുസ്ലിമും ക്രിസ്ത്യാനിയും സിഖും പാഴ്സിയും ഉൾപ്പെടെയുള്ള പാവം ന്യൂനപക്ഷങ്ങൾ. അതിലെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി ജീവത്യാഗം ചെയ്ത എത്രയോ മുസ്ലിങ്ങളുണ്ട്. അവരെയൊക്കെ സ്മരിക്കുക. രാജ്യസ്നേഹികളായ മുസ്ലിങ്ങളെ കൂടി ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് BJP പോകാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങളോട് എതിർക്കുന്നുള്ള ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഇവരുടെ തെറ്റി ഇവർ നുണപ്രചരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവർ ഞങ്ങൾക്കെതിരായിട്ട് നിൽപ്പുണ്ട് ഇപ്പോൾ കുറച്ച് പേര്. പക്ഷേ സത്യം മനസ്സിലാക്കുകയും വരും. ഇപ്പോൾ എനിക്ക് തന്നെ അറിയാം, എന്നെ തോൽപ്പിച്ച ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച മുസ്ലിം സഹോദരങ്ങളെ ഇപ്പോൾ എൻ്റെ അടുത്ത് ഏറ്റവും സ്നേഹം കാണിക്കുന്നത്. അബദ്ധം പറ്റിയെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അതുപോലെ പറഞ്ഞോളും. ഇപ്പോൾ UP എന്തായി, രാജസ്ഥാൻ, എല്ലാ സ്ഥലത്തും BJP പൂർവാധിക ശക്തിയോട് കടന്നു വരികയാണ്. ഇവിടെ സൗത്ത് ഇന്ത്യയിൽ തമിഴ്നാടും കേരളവും അതുപോലെ അടുത്ത് ബംഗാളും ആന്ധ്രയും ഇവിടെയൊക്കെയാണ് കർണാടകവും. ഇവിടെയൊക്കെയാണ് ഇപ്പോൾ BJP വിരുദ്ധത വളരുന്നത്. അതിൻ്റേതായ നഷ്ടം അതത് സ്ഥലങ്ങളിലുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കൂടുതൽ ആനുകൂല്യം മേടിച്ചെടുക്കുന്നതിന് പകരം ചുമ്മാ ഭാര്യയായിട്ട് ഇങ്ങനെ നടന്നാൽ കേന്ദ്ര ഗവൺമെൻറ് മര്യാദ അവരൊരു മാന്യത കാണിക്കുന്നതുകൊണ്ട് കൊടുക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മുടെ ഇവിടുത്തെ ആശുപത്രി മാത്രം ഇവരെ 8ാമത്തെ 8 കൊല്ലം അതിലെ ഭരിക്കാൻ തുടങ്ങിയിട്ട് ഒരു ആശുപത്രിയിലേക്ക് നല്ല ഡോക്ടർമാരുണ്ടോ, മരുന്നുണ്ടോ? ഇവരെവിടെ പോയി കാശെല്ലാം? 5,60,000 കോടി രൂപയാണ് കടം. പിന്നെ എന്തിനാ ഇവർ വർത്തമാനം പറയുന്നത്? തേന കാണിച്ചതാണ്, കള്ളടിച്ചാണോ? അല്ല പിന്നെ എന്താ? ഇമാർ കൂട്ട മോഷണം മോട്ടിക്കില്ല എല്ലാം കൂടെ. അല്ലാതെ ആർക്ക് എന്ത് കിട്ടി? ആർക്കറിയാം മന്ത്രിമാരെ? ഒരു അപ്പനെയും മരുമകനെയും അല്ലാതെ വേറെ മന്ത്രിമാർ, രാജെന്ന് വരും മന്ത്രി, ഒരു പാവത്താനാകട്ടോ, റവന്യൂ മന്ത്രി, വേറെ ആരാ ഉള്ളത്? എല്ലാവരും പുറകെ കിടക്കല്ലേ. പിണറായി പറയുന്നത് മിണ്ടാൻ ആരെങ്കിലും ഉണ്ടോ? പിണറായി പറയുന്നത് കേൾക്കുക. റാങ്ക് മൂളെന്ന് പറയും. തൊപ്പിയാമ്മനെ പിടിച്ച് മന്ത്രിമാരായി വെച്ചിട്ടുണ്ട്. ആണത്തോളം ഒരുത്തനെങ്കിലും ഉണ്ട്. ആണത്തം അതുമില്ല. പിന്നെ പറയേണ്ട എന്നാ കാര്യം? സഹതാപമല്ല, പ്രതിഷേധമല്ല, പുച്ഛമാണ് എനിക്കുള്ളത്.